വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലിസ് മുൻപോട്ടാണ്. മാനുസ്റ്റേഷൻ കൊച്ചൻ്റെ ഫ്രണ്ട്ഷിപ്പ് വെൽത്ത് കോച്ച്. നമ്മളെ സഹായിച്ചിട്ട് നമ്മളെ സഹായിക്കാത്തവർ, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സഹായങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാൻ നമുക്ക് ആർക്കും തന്നെ ജീവിക്കാൻ സാധിക്കത്തില്ല. ചെറു ക്ലാസ്സിൽ തന്നെ നമ്മൾ പേനയും ബുക്കും പെൻസിലും റബ്ബറും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ കൊടുത്താണ് നമ്മൾ ജീവിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ വലുതായി കഴിയുമ്പോഴും നമ്മളിങ്ങനെ തന്നെ നമ്മുടെ കൂട്ടുകാർക്കോ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കൊക്കെ നമ്മളിങ്ങനെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ അത് ആരും അറിയത്തില്ലാതെ ആയിരിക്കും ഒക്കെ ചെയ്യുന്നത്. നമ്മുടെ സ്വർണം പണയം വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാരം പണയപ്പെടുത്തോ ആധാരം പണയം വെക്കാൻ കൊടുത്തോ ഒക്കെ ആയിരിക്കും നമ്മൾ സഹായിക്കുന്നത്. ഒരു ഇന്ന ദിവസം എടുത്തു തരണം, ആരും അറിയരുതെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അവരത് സമ്മതിക്കുകയും ചെയ്യും. ആരും അറിയാതെ എത്രയും പെട്ടെന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ വളരെ ഓവർ കോൺഫിഡൻസോടുകൂടി ആ ദിവസം അവരത് തരും എന്നുള്ള പ്രതീക്ഷയോട് നമ്മൾ ഇരിക്കും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആ സാധനം നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിന് അവർക്ക് തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സാഹചര്യങ്ങൾ കാരണം ചിലപ്പോൾ അവർക്കത് തരാൻ സാധിക്കാതെ പോകും. മനുഷ്യരല്ലേ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനെക്കഴിഞ്ഞും പ്രധാനപ്പെട്ട അത്യാവശ്യങ്ങൾ വേറെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ അവരുടെ ശ്രദ്ധ അതിലേക്ക് പോകുമ്പോൾ നമ്മളോട് പറഞ്ഞ ഡേറ്റ് അടക്കം ചിലപ്പോൾ അവർ മറന്നു പോയിട്ടുണ്ടാകും. അപ്പം നമ്മൾ അവരെ കിടന്ന് വിളിക്കാൻ ആരംഭിക്കും. വിളി സഹിക്കാതെ വന്നു കഴിയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവർ സൈലൻറ്റിലാക്കി വെക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞേൽപ്പിക്കും. അപ്പം നമ്മൾ പേടിച്ച് ഭയന്ന് പോയിട്ട് നമ്മൾ നിരന്തരമായിട്ട് അവരെ വിളിക്കാൻ തുടങ്ങും. കിട്ടാതെ വരുമ്പോൾ നമുക്ക് അവരോട് ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ നമ്മുടെ ഉള്ളിൽ ആരംഭിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ കാണുന്നവരോടൊക്കെ നമ്മൾ പറയും, എന്നെ ഇതുപോലെ പൈസ തരാമെന്നും പറഞ്ഞു ഇന്ന ദിവസം തരാമെന്നും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എന്നെ പറ്റിച്ചു, ഇതുവരെ തന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവരത് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ ബന്ധം തന്നെ ചിലപ്പം വഷളായി പോകാൻ സാധ്യതയുള്ളൂ. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പണം കൊടുത്ത വ്യക്തി അത് ആരും ആയിക്കൊള്ളട്ടെ, നമ്മളവരെ സഹായിച്ചു, അവരുടെ ഒരു അത്യാവശ്യമായിട്ട് നമ്മൾ സഹായിച്ചു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിന് നമ്മൾ കൊടുത്ത ഇത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞ് നമ്മുടെ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പം അവർക്ക് എവിടെന്നെങ്കിലും അത് ഒപ്പിച്ച് നമുക്ക് തരാൻ വേണ്ടി അവർക്ക് സാധിക്കും. അതല്ലാതെ നമ്മൾ അവരെക്കുറിച്ച് മോശമൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ ആ ബന്ധം തന്നെ ഇല്ലാതായി പോകാനാണ് സാധ്യത. മാത്രമല്ല, മനുഷ്യരല്ലേ, നമുക്ക് ചിലപ്പം നമ്മൾ അവരെ സഹായിച്ചു, അവർക്ക് തിരിച്ചു തരാനും പറ്റില്ല. ഒരുപക്ഷെ അവർക്ക് കുറ്റബോധം കാണും. അവർ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇനി അവരുടെ കോൾ എടുക്കണം എന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. അപ്പം മനുഷ്യരായതുകൊണ്ട് തന്നെ അവർക്ക് ശല്യമൊക്കെ ആയെന്ന് തോന്നുന്ന സമയത്തായിരിക്കും അവരങ്ങനെ നമ്മളെ ബ്ലോക്ക് ചെയ്യുകയോ നമ്മളോട് സംസാരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അവരുടെ മനസ്സിൽ കാണും ഇന്ന ദിവസം ഞാനത് കൊടുക്കുക ഓർക്കുന്നൊരു തീർച്ച അവരുടെ മനസ്സിൽ കാണും. പക്ഷെ നമുക്കത് അന്ന് കിട്ടിയാൽ പോരല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ മറ്റാരോടെങ്കിലും സഹായം തേടുക. എന്നിട്ട് നമ്മുടെ ആ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റുക. നമുക്ക് എന്താണോ എടുക്കുന്നത്, ഇപ്പോൾ വളയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ പണയത്തിലൊക്കെ വെച്ചിരിക്കുന്നതാണെങ്കിൽ, മലയോ വളയൊക്കെ വെച്ചിരിക്കുന്നതാണെങ്കിൽ അത് എടുക്കേണ്ട ഡേറ്റാണ് വീട്ടുകാർ അറിയുന്നതിന് മുമ്പ് എടുക്കണമെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം നേടിയിട്ട് നമ്മളത് തിരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇവരെ അറിയിക്കുക, എനിക്കിതുപോലെ പൈസയ്ക്ക് അത്യാവശ്യമാണ്, എത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുതരണം, എല്ലാവരും അറിഞ്ഞാൽ മോശമല്ല, ഇനിയും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ അറിയിച്ചു കഴിയുമ്പോഴത്തേക്കും മെസ്സേജ് അയക്കുക. അവർ വിളിച്ചാൽ എടുത്തില്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് ഇടുക. മെസ്സേജ് അവർ തീർച്ചയായിട്ടും നോക്കാതിരിക്കില്ല. അപ്പം ആ മെസ്സേജ് കണ്ടുകഴിയുമ്പോൾ തന്നെ അവർക്കൊരു മനസ്സിന് വിഷമം തോന്നും. അവരെങ്ങനെയെങ്കിലും ആ പൈസ ഉണ്ടാക്കി തരാൻ വേണ്ടി ശ്രമിക്കും. അപ്പം നമ്മളെ സഹായിച്ചവരെ അവരോട് പറഞ്ഞ ഡേറ്റിന് നമ്മൾ മറ്റൊരാളുടെ സഹായം തേടി അവരെ ആദ്യം നമ്മളെ സഹായിച്ചവർക്ക് അവർക്ക് കൊടുക്കുക. അപ്പോഴേക്കും ഈ നമ്മൾ സഹായിച്ചവർ അവരെവിടെ നിന്നെങ്കിലും പൈസയൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നു കഴിയുമ്പോഴത്തേക്കും രണ്ടാമത് നമ്മൾ സഹായം തേടിയ ആൾക്ക് അത് കൊടുക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ആയി കഴിയുമ്പോൾ ആ ബന്ധങ്ങൾക്കും കോട്ടം സംഭവിക്കത്തില്ല, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഇത് സാധാരണ നമ്മൾ ഒരാൾക്ക് നമ്മളൊരു സഹായം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവരെക്കുറിച്ച് മോശമായിട്ട് പലതും പറയാതെ അവരറിയും. അങ്ങനെ ആ പൈസ എങ്ങനെയൊക്കെ കൊണ്ടുത്തന്ന ശേഷം അവർ ചിലപ്പോൾ നമ്മളോട് മിണ്ടുക പോലും ചെയ്യലായിരിക്കും. ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ബന്ധം ഏറ്റവും നല്ലൊരു ബന്ധമായിരുന്നായിരിക്കും, നമുക്കൊരു താങ്ങും നല്ലൊക്കെ പോലുള്ള ഒരു ബന്ധമായിരുന്നായിരിക്കും അത്. അപ്പം അത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരോട് സ്നേഹപൂർവ്വം സംസാരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരാ പൈസ തരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു അനുഭവം പാഠമായിരിക്കണം. അപ്പം ഈ ആദ്യം ഇതുപോലെ ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോയാലും
ചിലപ്പോൾ നാളുകളൊക്കെ കഴിയുമ്പം വീണ്ടും നമ്മളോടൊരു സഹായം ചോദിക്കുവാണെങ്കിൽ അന്ന് നമുക്ക് ഈ പാഠം ഓർമ്മ വരണം. നമ്മൾ കൊടുത്താൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സാഹചര്യം അതൊക്കെ ആണെങ്കിൽ പോലും അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് കൊടുക്കണ്ട എന്നും പറഞ്ഞ് സ്നേഹപൂർവ്വം തന്നെ അവരെ ഇല്ല എന്നും പറഞ്ഞ് മറ്റാരോടെങ്കിലും ചോദിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കാം. കിട്ടുവാണെങ്കിൽ തരാം. പക്ഷേ കിട്ടുമെന്ന് തോന്നുന്നില്ലെങ്കിൽ പോലും മറ്റാരോടും നിങ്ങൾ ചോദിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവിടുന്ന് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞ് അവരെ മടക്കി അയക്കുകയും ചെയ്യാം. ആ ബന്ധം മുറിഞ്ഞു പോകത്തുമില്ല. ചിലപ്പം നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മൾ അവരെ ആരും അറിയാതെ കുറേ പണത്തിനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് സഹായിച്ചു. ചിലപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ഒരു സഹായം ചിലപ്പം വേണ്ടി വന്നേക്കാം. അപ്പം നമ്മൾ ബന്ധങ്ങൾ നമ്മൾ കളയാതിരിക്കുക. ആ ബന്ധങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുക. അവർക്ക് വേണ്ടി നമ്മൾ കൊടുത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന അവരെ ഓർക്കുക. അവർക്കത് ആ പണം എവിടെ നിന്നെങ്കിലും കിട്ടി നമുക്ക് തരാൻ വേണ്ടി അവരെ നമ്മൾക്ക് യൂണിവേഴ്സിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമുക്ക് 21 ഡേയ്സ് നമുക്ക് അഫർമേഷൻ എഴുതാം, അല്ലെങ്കിൽ ചാൻറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ നഷ്ടപ്പെട്ട നമുക്ക് നഷ്ടപ്പെടും എന്ന് തോന്നുന്നതും തരാൻ വൈകുന്നതുമായിട്ടുള്ള പണം നമ്മൾ സഹായിച്ചവരുടെ നിന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ ഗ്രൂപ്പിലോ എവിടേക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളാണ് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെക്കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് വിചാരിച്ചിട്ട് പിന്നെ യൂട്യൂബൊക്കെ തുടങ്ങിയത് എന്തിനാണെന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ പണത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നത്. നമ്മൾ പഠിച്ച അറിവുകൾ നമ്മൾ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത് തുടങ്ങിയത്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒന്ന് പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അപ്പം ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.